ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെപ്പറ്റി അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മഹാത്മാഗാന്ധി എവിടായിരുന്നു? ആ ചോദ്യം പലപ്പോഴും നമ്മൾ കേട്ടാറുണ്ട്. അദ്ദേഹം ബംഗാളിലെ കൽക്കത്തയിലെ നവാഖലി എന്ന ഒരു ഗ്രാമത്തിൽ ആയിരുന്നു. കാരണം വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ കമ്മ്യൂണൽ ഇഷ്യൂസുകൾ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് NCERT പൊളിറ്റിക്കൽ സയൻസ് +2 പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ, രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്നുള്ള ചാപ്റ്ററാണ്. ചലഞ്ചസ് ഓഫ് നേഷൻ മേക്കിംഗ്. ഈ ഒരു ചാപ്റ്ററിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം PSCയുടെ സിലബസ് പ്രകാരം ഇന്ത്യ ചരിത്രത്തിൽ 1951 രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ഭാഗം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലാണ്, +2 പൊളിറ്റിക്കൽ സയൻസിലെ ഈ ഒന്നാമത്തെ ഈ ഒരു ചാപ്റ്ററിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ വിഭജനത്തെപ്പറ്റി, ഇന്ത്യ പാക് വിഭജനത്തെപ്പറ്റി, അവിടെ നടന്ന പ്രശ്നങ്ങളെപ്പറ്റി പറയുന്നത്. അതുപോലെ തന്നെ ഇൻറ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് എന്താണ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്താണ് എന്നുള്ള ഭാഗം പറയുന്നത്. അതുപോലെ തന്നെ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഈ +2 പൊളിറ്റിക്കൽ സയൻസിലെ ചലഞ്ചസ് ഓഫ് നേഷൻ മേക്കിംഗ് എന്നുള്ള ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ക്ലാസ് ഞാനൊരു 3 പാർട്ടായിട്ടാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ വിഭജനവുമായി ബന്ധപ്പെട്ട്, പാർട്ടീഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ ഭാഗത്തിൽ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്നുള്ള ഈ ഒരു ഭാഗത്തിലേക്ക് വരുന്നു. 1947 ഓഗസ്റ്റ് 14-15 അല്ലെങ്കിൽ ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. മൗണ്ട് ബാറ്റൻ്റെ വിഭജന സിദ്ധാന്ത പ്രകാരം, അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ്റെ ആശയപ്രകാരം, ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്ട് ഓഫ് 1947 പ്രകാരം 1947 ഓഗസ്റ്റ് 14-15 അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. മൗണ്ട് ബാറ്റൻ്റെ വിഭജന സിദ്ധാന്ത പ്രകാരം, അഥവാ ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്ട് ഓഫ് 1947 പ്രകാരം ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചു. പാകിസ്ഥാൻ ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ഇന്ത്യക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യം ലഭിച്ച അർദ്ധരാത്രിയിൽ, അതായത് 12 മണിക്ക്, 1947 ഓഗസ്റ്റ് 15 രാത്രി 12 മണിക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ ഒരു സ്പെഷ്യൽ അസംബ്ലിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടുപോയ പ്രസംഗക്കുറിപ്പൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. എന്നാൽ ആ പ്രസംഗപീഠത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ ഒരു പ്രസംഗം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ്? ദ ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ളത്. അതായത് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന മുഖപ്രസംഗം, അത് ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. 1947 ഓഗസ്റ്റ് 14-15 അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ജവഹർലാൽ നെഹ്റു അന്ന് അർദ്ധരാത്രിയിൽ ചേർന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരു പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെപ്പറ്റി അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മഹാത്മാഗാന്ധി എവിടായിരുന്നു? ആ ചോദ്യം പലപ്പോഴും നമ്മൾ കേട്ടാറുണ്ട്. അദ്ദേഹം ബംഗാളിലെ കൽക്കത്തയിലെ നവാഖലി എന്ന ഒരു ഗ്രാമത്തിൽ ആയിരുന്നു. കാരണം വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ കമ്മ്യൂണൽ ഇഷ്യൂസുകൾ, വർഗീയ കലാപങ്ങളുണ്ടായിരുന്നു. അപ്പം അക്രമം വെടിയുക എന്ന ഒരു നിർദ്ദേശം നൽകിക്കൊണ്ട് ഗാന്ധിജി കൽക്കത്തയിലായിരുന്നു. ഗാന്ധിജിയുടെ വാക്യങ്ങൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്യങ്ങൾ: നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും, പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റേത് എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റേതുമാണ്. ആരുടെ വാക്യങ്ങളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്യങ്ങളാണ്. ഓക്കെ, ചലഞ്ചസ് ഓഫ് നേഷൻ മേക്കിംഗ് അഥവാ നേഷൻ ബിൽഡിംഗ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ചലഞ്ചസുകൾ, രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്ന് പറഞ്ഞ് ഇന്ത്യ നേരിടുന്ന 3 പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണ്? ഒന്ന്, ഏകീകൃത രാഷ്ട്രനിർമ്മാണം, ബിൽഡ് എ യൂണിഫൈഡ് നേഷൻ.
ഓക്കെ, ഒന്നാമത്തെ എന്താണ്? ബിൽഡ് എ യൂണിഫൈഡ് നേഷൻ, അഥവാ ഏകീകൃത രാഷ്ട്രം നിർമ്മിക്കുക. ഇന്ത്യയെ ഇന്ന് കാണുന്ന പോലെ ഒരൊറ്റ ഇന്ത്യയാക്കി മാറ്റിയെടുക്കുക. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഓർക്കുക, ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 565 നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. മൗണ്ട് ബാറ്റന്റെ വിഭജന സിദ്ധാന്ത പ്രകാരം, അല്ലെ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് പ്രകാരം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ നാട്ടുരാജാക്കന്മാർക്ക് പരമാധികാരം ലഭിക്കുന്നു. അവർക്ക് ഒന്നെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കാം. ഈ അധികാരം, അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള റൈറ്റ് ആർക്കായിരുന്നു? നാട്ടുരാജാവിനായിരുന്നു. അപ്പം അത്തരത്തിൽ ഇനി പാകിസ്ഥാൻ എന്നുള്ള രീതിയിൽ ഒരു വിഭജനം വന്നു, പാകിസ്ഥാന് കുറച്ച് പ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഒരു ഏകീകൃത ഇന്ത്യയെ, ഒരു യൂണിഫൈഡ് ഇന്ത്യയെ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു വെല്ലുവിളി രാഷ്ട്ര നിർമ്മാതാക്കളുടെ മുകളിലേക്ക് വന്നു. അപ്പോൾ ഒന്നാമത്തെ വെല്ലുവിളി എന്താണ്? ഏകീകൃത രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കുക, ഒരൊറ്റ ഇന്ത്യയെ എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുക. ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ആ ഒരു രീതിയിലേക്ക് ഇന്ത്യയെ ബിൽഡ് ചെയ്തെടുക്കുക. അതൊന്നാമത്തെ വെല്ലുവിളിയായിരുന്നു. രണ്ടാമത്തത് എന്താണ്? ജനാധിപത്യം സ്ഥാപിക്കുക, എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെമോക്രസി എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുക. കാര്യം ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം കൊളോണിയലിസം ആയിരുന്നു. രാജകീയ ഭരണം എന്താണെന്ന് ഇന്ത്യക്കാർ കൃത്യമായിട്ട് കണ്ടതാണ്. അപ്പോൾ ജനാധിപത്യം, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ ഭരിക്കുന്ന ജനാധിപത്യത്തെ, ഡെമോക്രസിയെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറായിരുന്നു. അപ്പം അതെങ്ങനെ ഇന്ത്യയിൽ നടപ്പാക്കും? 47-ൽ സ്വാതന്ത്ര്യം ലഭിച്ചു. അധികം നാൾ നീളുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം കൊണ്ടുവരണം. അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൃത്യമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കേണ്ടതുമുണ്ട്. മൂന്നാമത്തെ പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക. സമൂഹത്തിൽ എന്തുണ്ടാകണം? ഒരു വെൽഫെയർ ഉണ്ടാകണം. അതുപോലൊപ്പം തന്നെ സൊസൈറ്റിക്ക് എന്തുണ്ടാകണം? ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം. ഇവ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതും രാഷ്ട്ര നിർമ്മാതാക്കൾ നേരിട്ട വെല്ലുവിളികളായിരുന്നു. അപ്പം രാഷ്ട്രനിർമ്മാണത്തിലെ ഈ വെല്ലുവിളികളെയാണ് പൊളിറ്റിക്കൽ സയൻസ്, +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആദ്യ 3 ചാപ്റ്ററുകളിൽ പറഞ്ഞു പോകുന്നു. ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏകീകൃത രാഷ്ട്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പറയുന്നു. അവിടെ വിഭജനത്തെയും പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ ഇൻ്റർഗ്രേഷനെ പറ്റിയും അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നു. രണ്ടാമത്തെ ചാപ്റ്ററിൽ ജനാധിപത്യം, ഇന്ത്യയിൽ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് എങ്ങനെയാണ്, പൊതുതെരഞ്ഞെടുപ്പിൻ്റെ രീതികൾ എങ്ങനെയാണ്, ആദ്യ 3 പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മേധാവിത്വത്തെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പം ജനാധിപത്യത്തിൻ്റെ സ്ഥാപനത്തെ പറ്റിയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ വികസനവുമായി ബന്ധപ്പെട്ട്, ക്ഷേമ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെയാണ് പഞ്ചവത്സര പദ്ധതികളെ പറ്റിയും ഹരിത വിപ്ലവത്തെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അപ്പം +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആദ്യ 3 ചാപ്റ്ററുകൾക്ക് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? PSC ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയ്ക്ക് നിലവിലത്തെ സിലബസ് അനുസരിച്ച് ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഈ 3 ചാപ്റ്ററുകൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഈ ഒന്നാമത്തെ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഏകീകൃത രാഷ്ട്ര നിർമ്മാണം എങ്ങനെ ഇന്ത്യയിൽ നടപ്പിലാക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക, സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞു പോയിരിക്കുന്ന, NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും വിഭജിക്കണം എന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തം, 2 നേഷൻ തിയറി അവതരിപ്പിച്ചത് ആരാണ്? മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് മുഹമ്മദ് അലി ജിന്നയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് 2 നേഷൻ തിയറി? ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി വിഭജിക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. ആരാണ് മുന്നോട്ട് വെച്ചത്? മുസ്ലിം ലീഗാണ് മുന്നോട്ട് വെച്ചത്. ആരവതരിപ്പിച്ചു? മുഹമ്മദ് അലി ജിന്ന, അല്ലെങ്കിൽ മുഹമ്മദ് അലി ജിന്നയോ മുസ്ലിം ലീഗോ ആണത് മുന്നോട്ട് വെച്ചത്. ഓക്കെ, ഇനി ഈ 2 നേഷൻ തിയറിയെ, ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ ശക്തമായി എതിർത്ത ഒരു വ്യക്തിയാണ് ആര്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ എന്നുള്ളത്. ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ എന്നുള്ള വ്യക്തി ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ ശക്തമായി എതിർത്തു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന, ഫോണ്ടിയർ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ്. ഓക്കെ, അടുത്തൊരു ഭാഗം സ്കൂൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞു പോയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അത് ആ ഒരു രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് അയച്ച 1947 ഒക്ടോബർ 15 മുഖ്യമന്ത്രിമാർക്ക് അയച്ച ഒരു കത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ ഒരു പ്രസ്താവന പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നോക്കാം. നമുക്കൊരു മുസ്ലിം ന്യൂനപക്ഷമുണ്ട്. മറ്റെങ്ങോട്ടെങ്കിലും പോകണമെന്ന് അവർ ആഗ്രഹിച്ചാൽ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ എണ്ണം അത്രയ്ക്ക് വലുതാണ്.
അതായത് ഇന്ത്യയിൽ എന്താണ് ഒരു മുസ്ലിം ഭൂരിപക്ഷം, വിഭജനത്തിന് തൊട്ട് മുമ്പ് പറയുമ്പോൾ ഇന്ത്യയിൽ എന്താണ് ഒരു മുസ്ലിം ഭൂരിപക്ഷമുണ്ട്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷമുണ്ട്. ആ ന്യൂനപക്ഷത്തിന് അവർ പോകാൻ ആഗ്രഹിച്ചാൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും എന്താണ് മുസ്ലിം മതവിശ്വാസികളുണ്ട്. കാരണം നിരാശ സിദ്ധാന്തം മുഹമ്മദ് അലി ജിന്ന മതത്തിൻ്റെ പേരിലാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പം ഒരിക്കലും ഈ പറഞ്ഞ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനിലോ പടിഞ്ഞാറൻ പാകിസ്ഥാനിലോ മാത്രം ഒതുങ്ങുന്ന ഒരു ഭൂരിപക്ഷമായിരുന്നില്ല മുസ്ലിംസിനുള്ളത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മുസ്ലിംസ് വ്യാപിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു മുസ്ലിം ന്യൂനപക്ഷമുണ്ട്, മറ്റെങ്ങോട്ടെങ്കിലും പോകണമെന്ന് അവർ ആഗ്രഹിച്ചാൽ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ എണ്ണം അത്രയ്ക്ക് വലുതാണ്. യാതൊരു തർക്കത്തിനും ഇടയില്ലാതെ അത്തരത്തിലുള്ള ഇടയില്ലാത്ത തരത്തിലുള്ള ഒരു അടിസ്ഥാന വസ്തുതയാണത്. ഇവിടെ പാകിസ്ഥാനിൽ നിന്നും എന്തൊക്കെ പ്രകോപനമുണ്ടായാലും, എന്തൊക്കെ അവമതിയും ക്രൂരതയും അവിടുത്തെ അമുസ്ലിമുകളോട് കാട്ടിയാലും ഈ ന്യൂനപക്ഷത്തോടുള്ള നമ്മുടെ പെരുമാറ്റം തികച്ചും അന്തസ്സുറ്റതായിരിക്കണം. പാകിസ്ഥാനിലും ഇതേ അവസ്ഥയാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശങ്ങൾ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനാണ് ഇന്നത്തെ പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശാണ്. ഇവിടെയും ആരുണ്ട്? അമുസ്ലിമുകൾ നിലനിൽക്കുന്നു. ആ പ്രദേശങ്ങളിലും അമുസ്ലിമുകളുണ്ട്. അവിടെയും ഹിന്ദുക്കളോ സിഖ് മതവിശ്വാസികളോ ക്രിസ്ത്യാനിറ്റീസോ ഒക്കെ തന്നെ അവിടെയുണ്ട്. പാകിസ്ഥാനിലെ ജനവിഭാഗം അമുസ്ലിംസിനെതിരായിട്ടുള്ള ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയതായിട്ട് പറയുന്നു. ഇന്ത്യയിലും നടത്തപ്പെട്ടിട്ടുണ്ട് പല പ്രദേശങ്ങളിലും. പക്ഷേ എങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു ആഹ്വാനം ആര് നൽകുന്നുണ്ട്? മുഖ്യമന്ത്രിമാർക്ക് ജവഹർലാൽ നെഹ്റു നൽകുന്നുണ്ട്. പാകിസ്ഥാൻ അവിടെ അവർ മുസ്ലിമുകളോട് അവമതിയും ക്രൂരതയും ഒക്കെ കാണിച്ചാലും ഈ ന്യൂനപക്ഷത്തോട്, ഇന്ത്യയിലുള്ള മുസ്ലിം ന്യൂനപക്ഷത്തോട് നമ്മുടെ പെരുമാറ്റം തികച്ചും അന്തസ്സുറ്റതായിരിക്കണം. നാം അവർക്ക് സംരക്ഷണം നൽകുകയും ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിലെ പൗരന്മാർക്കുള്ള എല്ലാ അവകാശങ്ങളും ലഭ്യമാക്കുകയും വേണം. അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അതൊരു ഉണങ്ങാത്ത വ്രണമായി മാറുകയും മുഴുവൻ രാഷ്ട്രീയ ശരീരത്തെയും വിഷലിപ്തമാക്കുകയും ചെയ്യുമ്പോൾ അതിനെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളൊരു ഭാഗം പറയുന്നു. അതായത് രാഷ്ട്രത്തെയും രാഷ്ട്രീയ സങ്കല്പത്തെയും ജനാധിപത്യ സങ്കല്പത്തെയും മുഴുവൻ അത് നശിപ്പിക്കും എന്നുള്ള ഒരു ആശയം ആര് നൽകി? ജവഹർലാൽ നെഹ്റു 1947 ഒക്ടോബർ 15 മുഖ്യമന്ത്രിമാർക്ക് അയച്ച ഒരു കത്തിലൂടെ പറഞ്ഞു. സ്കൂൾ ടെക്സ്റ്റിൽ ഈ ഒരു കത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കണം. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രസ്താവന ആരുടേതാണ്? മുഹമ്മദ് അലി ജിന്നയുടെ മറ്റൊരു പ്രസ്താവനയാണ്. 1947 ഓഗസ്റ്റ് 11 കറാച്ചിയിലെ പാകിസ്ഥാനിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിലാണ് ഈ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് അലി ജിന്ന ഈ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സംഭവം മുഴുവൻ ഒരൊറ്റ സ്ലൈഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും തിക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ടിൽ കൃത്യമായിട്ട് ഇത് വായിക്കാൻ പറ്റും. ഞാൻ മുമ്പിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് കാണുന്നില്ല എന്നുള്ള കമൻറ്റ് ഒഴിവാക്കുക. ഓക്കെ, സോ ഈ ഒരു ഭാഗം ഒന്ന് നോക്കുക. സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞു പോയിട്ടുണ്ട്. നോട്ട് കിട്ടുമ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ഇത് ആരുടെ വാക്യങ്ങളാണ്? മുഹമ്മദ് അലി ജിന്നയുടെ വാക്യങ്ങളാണ്. എന്താണ് ജിന്ന പറഞ്ഞത്? നാം ആ മനോഭാവത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുകയും കാലക്രമേണ ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിലുള്ള, അതായത് ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിലുള്ള പാർശ്യം അപ്രത്യക്ഷമാകുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ മുസ്ലിമുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും നിങ്ങൾക്കിടയിൽ പത്താൻമാരും പഞ്ചാബികളും ഷിയകളും സുന്നികളും അങ്ങനെ പലരുമുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കിടയിൽ ബ്രാഹ്മണ, വൈശ്യ, ക്ഷത്രിയർ, ബംഗാളികൾ, മദ്രാസികൾ അങ്ങനെ പലരും. നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷേത്രത്തിൽ പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് പള്ളിയിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏത് ആരാധനാ സ്ഥലത്തേക്കോ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഏത് മതത്തിലോ ജാതിയിലോ വിശ്വാസത്തിലോ പെട്ടവരാകട്ടെ, അതൊന്നും രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവയല്ല. ആരുടെ വാക്യങ്ങളാണ്? ആര് പറഞ്ഞതാണ്? 1947 ഓഗസ്റ്റ് 11 കറാച്ചിയിലെ പാകിസ്ഥാൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുഹമ്മദ് അലി ജിന്ന നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിലെ വാക്യങ്ങളാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന മറ്റ് ന്യൂനപക്ഷക്കാരോടും കൃത്യമായിട്ട് നിങ്ങൾക്ക് പാകിസ്ഥാനിൽ തന്നെ തുടരാം. പാകിസ്ഥാനിലെ ഏതൊരു വിശ്വാസത്തിലും നിങ്ങൾക്ക് തുടരാം. നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ഉള്ളത് ആ വിശ്വാസത്തിൽ തന്നെ നിങ്ങൾക്ക് തുടരാം എന്നുള്ള ഒരു ആഹ്വാനം മുഹമ്മദ് അലി ജിന്നയും 1947 ഓഗസ്റ്റ് 11 കൊടുക്കുന്നുണ്ട്.
ഇനി സ്കൂൾ ടെക്സ്റ്റിൽ മറ്റൊരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പറയുന്നത് വളരെ ഭംഗിയായ രീതിയിൽ, വളരെ കാവ്യാത്മകമായ രീതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഫൈസ് അഹമ്മദ് ഫൈസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഫൈസ് അഹമ്മദ് ഫൈസ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ നീണ്ട നാളായി ഒരു സൂര്യോദയത്തിനുള്ള കാത്തിരിപ്പായിരുന്നു, പക്ഷേ അതൊരിക്കലും ഈ നിറം കെട്ട ഇരുൾ വിഴുങ്ങിയ പ്രഭാതമായിരുന്നില്ല. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ തന്നെ എന്താണ്, സ്വാതന്ത്ര്യത്തിൻ്റെ സൂര്യോദയം കാണാനായിട്ട് ആഗ്രഹിച്ച് നിലനിന്നിരുന്നു. ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ മോചിക്കപ്പെട്ട് ബ്രിട്ടീഷുകാർ വിട്ടുപോകുന്ന സ്വതന്ത്രരായിത്തീരുന്ന ഒരു സുപ്രഭാതത്തെ ഇവരെല്ലാം വീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊരിക്കലും ഈ നിറം കെട്ട ഒരു പ്രഭാതമായിരുന്നില്ല. കാര്യം ഹിന്ദു മുസ്ലിം വർഗീയ കലാപങ്ങളാൽ അതിർത്തിയുടെ ഇരുഭാഗങ്ങളിലും വർഗീയ കലാപങ്ങളും ലഹളകളും കൊലപാതകങ്ങളും നടന്നിരിക്കുന്ന ഒരു സുപ്രഭാതം, രക്തത്തിൻ്റെ മണമുള്ള, രക്തത്തിൻ്റെ കറയുള്ള ഒരു പ്രഭാതം, അതായിരുന്നില്ല നമ്മൾ സ്വപ്നം കണ്ടത്. അതിനെപ്പറ്റിയാണ് ഫയാസ് അഹമ്മദ് ഫയാസ് പറയുന്നത്. ഓക്കെ, അപ്പം ഫൈസിൻ്റെ വാക്കുകൾ എന്താണ്, നമ്മൾ നീണ്ട നാളായി ഒരു സൂര്യോദയത്തിനുള്ള കാത്തിരിപ്പിലായിരുന്നു, പക്ഷേ അതൊരിക്കലും ഈ നിറം കെട്ട ഇരുൾ വിഴുങ്ങിയ പ്രഭാതമായിരുന്നില്ല. ആകാശത്തിൻ്റെ അനന്തതയിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ലക്ഷ്യസ്ഥാനത്തെ നക്ഷത്രങ്ങളെ കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ കൂട്ടുകാരെ, നമ്മൾ ആഗ്രഹിച്ച പ്രഭാതം ഒരിക്കലും ഇതായിരുന്നില്ല. എങ്കിലും രാത്രിയുടെ ക്ഷീണിതമായ തിരകൾക്ക് ഏതെങ്കിലും തീരം കണ്ടെത്തുക തന്നെ വേണം. ഈ വ്രണിത ഹൃദയത്തിൻ്റെ തോണിക്ക് ഏതെങ്കിലും തീരത്തണഞ്ഞേ മതിയാകൂ. അപ്പം കൃത്യമായ വാക്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. കാൽപ്പനികമായിട്ടുള്ള വാക്യങ്ങളാണ്. ഇതിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമെങ്കിലും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇനി ആരാണ് ഈ ഫൈസ് അഹമ്മദ് ഫൈസ്? 1911 മുതൽ 1981 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ജനനം സിയാൽകോട്ടിലാണ്. വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ ജീവിച്ച വ്യക്തിയാണ്. ഇടത് രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. പാകിസ്ഥാൻ ഭരണകൂടത്തെ എതിർക്കുകയും ജയിലിലാകുകയും ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. ഫൈസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്തു വെക്കുക, അദ്ദേഹത്തിൻ്റെ കുറച്ച് കവിതാ സമാഹാരങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഫൈസിൻ്റെ കവിതാ സമാഹാരങ്ങൾ നക്ഷെ ഇ ഫിരിയാദിയും അതുപോലെ തന്നെ ദാസ്ത് ഇ സാംബയും സിൻഡാൻ നാമയും ആരുടേതാണ്? ഫൈസിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. അപ്പോൾ ഫൈസിൻ്റെ കവിതാ സമാഹാരങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെക്കുക. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിസ്തൃതരായ ദക്ഷിണേന്ത്യൻ കവികളിൽ ഒരാളായിരുന്നു ആര്? ഫൈസ് അഹമ്മദ് ഫൈസ് എന്നുള്ള വ്യക്തി. അപ്പം ഈ ഒരു ഭാഗം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയെ പറ്റിയും സ്കൂൾ ടെക്സ്റ്റിൽ ഒരു പിക്ചറിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അമൃത പ്രീതം എന്നുള്ള ഒരു ലേഡിയെ പറ്റി പറയുന്നു. 1919 മുതൽ 2005 വരെയുള്ള കാലഘട്ടം വിഖ്യാതമായ ഒരു പഞ്ചാബി കവയിത്രിയാണ്, എഴുത്തുകാരിയാണ്. സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച, പത്മശ്രീ ജ്ഞാനപീഠവും ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? അമൃത പ്രീതം എന്നുള്ളത്. വിഭജനത്തിന് ശേഷം ഡൽഹിയെ സ്വന്തം സ്ഥലമായി കരുതി താമസമാക്കിയ ഒരു വ്യക്തിയാണ്. മരണം വരെ അവർ പഞ്ചാബി മാസികയായ നാഗമാനി എന്ന മാസികയിൽ സജീവമായിരുന്നു എന്നുള്ള ഭാഗം ഓർത്തുക. അപ്പം നാഗമാനി എന്ന ഈ ഒരു മാസികയും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃത പ്രീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരൊറ്റ പോയിൻ്റാണ് അവിടെ അറിയേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികളിൽ വിഭജനം, ഏകീകൃത രാഷ്ട്രനിർമ്മാണത്തെ പറ്റി പറഞ്ഞു, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ പറ്റി പറഞ്ഞു, മൗണ്ട് ബാറ്റൻ്റെ വിഭജന സിദ്ധാന്ത പ്രകാരം വിഭജനം നടന്നതായിട്ട് പറയുന്നു. വിഭജനത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഇന്ത്യ എന്നും പാകിസ്ഥാനും എന്നുമായി വിഭജിച്ചു, പക്ഷേ അവിടെ കുറേ അധികം ഇഷ്യൂസുകൾ, കുറേ അധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ പ്രോബ്ലം? ഒന്നാമത്തെ പ്രോബ്ലം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ ഒരൊറ്റ മേഖല ഉണ്ടായിരുന്നില്ല. അതായത് ഒരു സിംഗിൾ ബെൽറ്റ്, മുസ്ലിംസിന് മജോറിറ്റിയുള്ള ഒരു സിംഗിൾ ബെൽറ്റ് എവിടെ ഇല്ലായിരുന്നു? ഇന്ത്യയിലില്ലായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യയിലില്ലായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണാമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ വെസ്റ്റ് പാകിസ്ഥാൻ, ഈ ഒരു പച്ച കളറിൽ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ള ഈ ഒരു ഭാഗവും ഓർത്ത്, വെസ്റ്റ് പാകിസ്ഥാൻ എന്ന ഈ ഒരു ഭാഗം, അതുപോലെ തന്നെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന ഈ ഒരു ഭാഗം,
ഇങ്ങനെ രണ്ട് പ്രദേശങ്ങളായിട്ടാണ് ഇന്ത്യയിലെ ഏത് നിലനിന്നിരുന്നത്? ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷം നിലനിന്നിരുന്നത്. അപ്പം വെസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ള ഈ ഒരു പ്രദേശത്തും അതുപോലെ തന്നെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന ഈ ഒരു പ്രദേശത്തും എന്തുണ്ടായിരുന്നു? മുസ്ലിംസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിനെ രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്ത് ഒരൊറ്റ മേഖലയാക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അത്രയും ജനങ്ങളെ ഉൾക്കൊള്ളാനായിട്ടുള്ള സ്ഥലം ഇവിടെയില്ല, ഇവിടെയുള്ള ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം അവിടെയും ഇല്ല. അപ്പം ഫൈനലി എന്ത് ഡിസിഷൻ എടുത്തു? ഇതിനെ തന്നെ രണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ജോഗ്രഫിക്കലായിട്ടും ഒക്കെ തന്നെ എന്ത് ചെയ്തു? വെസ്റ്റ് പാകിസ്ഥാൻ എന്നും ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും രണ്ടായി വിഭജിച്ചു. ഇതിൻ്റെ മധ്യത്തിൽ ഏകദേശം 1500 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഇന്ത്യൻ ഭൂപ്രദേശം നിലനിന്നിരുന്നു. അപ്പം ഓർത്തു വെക്കുക, വിഭജനം നടന്നപ്പോൾ നേരിട്ട ഒന്നാമത്തെ വെല്ലുവിളി എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ ഒരൊറ്റ പ്രദേശം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തേതിലേക്ക് വരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ള ഒരു ഭാഗം പറയുന്നു. ഏതാണ്? നോർത്ത് വെസ്റ്റ് ഫോണ്ടിയ പ്രൊവിൻസി ഏതിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്ന? പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്ന. ഇവിടെയാണ് നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിശക്തമായ പ്രതിഷേധം നടത്തിയ ഒരു ഭാഗമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് എന്ത് ചെയ്തിരുന്നു? നോർത്ത് വെസ്റ്റ് ഫോണ്ടിയ പ്രൊവിൻസിനെ ഏതിലേക്ക് ചേർത്തു? പാകിസ്ഥാനിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം രണ്ടാമത്തെ പ്രശ്നം എന്താണ്? മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെല്ലാം എവിടെ ചേരാൻ ആഗ്രഹിച്ചില്ല? പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചില്ല. ഇനി മൂന്നാമത്തേതിലേക്ക് വരുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകളിൽ പഞ്ചാബിലും ബംഗാളിലും അമുസ്ലിമുകൾക്ക് ഭൂരിപക്ഷമുള്ള വളരെ വലിയ പ്രദേശങ്ങളുണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഒടുവിൽ ഒരു ഡിസിഷൻ എടുത്തു. എങ്ങനെയാണ്? രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് എന്താണ്? വെസ്റ്റ് പാകിസ്ഥാൻ, മറ്റൊന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ. അതായത് നിലവിലെ പഞ്ചാബ്, ഇത് നിലവിലെ ബംഗാൾ പ്രവിശ്യ. എന്നാൽ ഈ പഞ്ചാബിലും ഈ ബംഗാളിലും ചില അമുസ്ലിംസുകൾ ഉണ്ടായിരുന്നു. അതായത് മറ്റ് ഹിന്ദു മതവിശ്വാസത്തിൽ അല്ലെ സിഖ് മതവിശ്വാസത്തിന് ഭൂരിപക്ഷമുള്ള കുറച്ച് ഏരിയകൾ എന്താണ് അവിടെയും ഇവിടെയുമായിട്ട് നിലനിന്നിരുന്നു. അപ്പോൾ അവരെ എന്ത് ചെയ്യും? ഓക്കെ, ഇപ്പോൾ ഈ ഒരു പ്രദേശം പഞ്ചാബ്, സിന്ധ് ഒക്കെ അടങ്ങുന്ന, ലാഹോർ ഒക്കെ അടങ്ങുന്ന ഈ ഒരു പ്രൊവിൻസ് ഫുള്ളായിട്ട് പാകിസ്ഥാനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ബംഗ്ലാദേശിൻ്റെ ദാഖയും ഒക്കെ അടങ്ങുന്ന ആ മേഖലയും എന്ത് ചെയ്തു? പാകിസ്ഥാനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള മൈനോറിറ്റീസ് എന്ത് ചെയ്യും? ആ ഒരു പ്രശ്നവും വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്നു. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകളായ പഞ്ചാബിലും ബംഗാളിലും അമുസ്ലിമുകൾക്ക് ഭൂരിപക്ഷമുള്ള വളരെ വലിയ പ്രദേശങ്ങളുണ്ടായിരുന്നു. ഇനി നാലാമത്തെ പ്രശ്നം തികച്ചും ആകസ്മികവും അനാസൂത്രിതവുമായ ഒരു പ്രശ്നം. ഓർത്തു വെക്കുക, ആകസ്മികവും അനാസൂത്രിതവുമായിരുന്നു. പ്രതീക്ഷിക്കാത്ത, അതിനു വേണ്ടിയിട്ട് യാതൊരുവിധ മുൻകരുതലുകളും എടുക്കാതെ ഉയർന്നു വന്ന ഒരു പ്രശ്നം. എന്താണ്? അതിർത്തിയുടെ ഇരുപക്ഷത്തുമുള്ള ന്യൂനപക്ഷങ്ങളുടെ കൈമാറ്റം. അതിർത്തിയുടെ ഇരുവശത്തുമുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഓർത്തു വെക്കുക. എന്താണ്? ഈ പറഞ്ഞ പാകിസ്ഥാനിലേക്ക് പോകാൻ ഹൈദരാബാദിലും കേരളത്തിലും ഒക്കെ തന്നെ എന്തുണ്ടായിരുന്നു? മുസ്ലിമുകൾ ഉണ്ടായിരുന്നു. അവരുടെ യാത്ര എങ്ങനെയായിരുന്നു? അവർ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ നേരിടുന്ന യാതനകൾ. ഇനി പാകിസ്ഥാൻ്റെ ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്ന മുസ്ലിംസുകൾ അല്ലാത്ത വിഭാഗക്കാർക്ക് ഇന്ത്യയിലേക്ക് വരണം, അപ്പോൾ അനുഭവിക്കുന്ന യാതനകൾ. ഈ മനുഷ്യക്കടത്ത് എന്തിന് കാരണമായി? വളരെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി. ഈ മനുഷ്യക്കടത്തിൻ്റെ സമയത്താണ് കുടുംബങ്ങളുടെ അന്തസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പലരെയും അവരുടെ കുടുംബത്തിൽ തന്നെ വധിച്ചു. പല സ്ത്രീകളും മാനഭംഗത്തിനിരയായി. നിരവധി ആളുകൾ, അതിർത്തിയുടെ ഇരുഭാഗത്തും നിരവധി ആളുകൾ എന്ത് ചെയ്യപ്പെട്ടു? കൊല്ലപ്പെട്ടു. അപ്പം ഈ ഒരു ഭാഗം കൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഓർത്തു വെക്കണം. അതിർത്തിയുടെ ഇരുപക്ഷത്തുമുള്ള ന്യൂനപക്ഷങ്ങളുടെ കൈമാറ്റം. ഓക്കെ, ന്യൂനപക്ഷങ്ങളുടെ പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ട് വെക്കേണ്ടതുണ്ട്. ഗരം ഹവ എന്നുള്ളത് 1902 ആണ് അതിൻ്റെ സംവിധായകൻ MS ആസ്മിയാണ് അതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് സ്കൂൾ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഭാഗം എന്ത് ചെയ്യുക?
കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ 47-ലെ ഇന്ത്യ പാക് വിഭജനവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട സിനിമകൾ മേഘാ ധാക്കാധാരയും സുവർണരേഖയും ഋത്വിക് ഘട്ടക്കിൻ്റെയും തമസ് ഗോവിന്ദ് നിഹാലിനിയുടെയും ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്കസും സംവിധാനം ചെയ്ത സിനിമകളാണ്. ഗരങ് ഹവ ആരാണ്? എം സൈതു ആണ്. തിരക്കഥ കൈഫി ആസ്മി ആണ്. മേഘാ ധാക്കാധാരയും സുവർണരേഖ എന്നീ ചലച്ചിത്രം സംവിധാനം ചെയ്ത ഋത്വിക് ഘട്ടക്കും തമസ് ഗോവിന്ദ് നിഹാലിനി, ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്കസ് എന്നിവരാണ്. അപ്പം ഈ ഒരു ഭാഗവും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി 1947-ലെ ഈ ഇന്ത്യ പാക് വിഭജനവുമായി ബന്ധപ്പെട്ടും ഗാന്ധിജിയുടെ ചില പ്രവർത്തനങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തിരുന്നു, മറ്റൊരു സംഭവ വികാസങ്ങളിലേക്ക് എത്തിപ്പെട്ടു. കൊളോണിയൽ ഇന്ത്യയിൽ മുസ്ലിമുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 1906-ലാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടത്. ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം ആവശ്യപ്പെട്ടവരുടെ മുൻനിരയിൽ തന്നെ ആ ഒരു സംഘടന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിനോടൊപ്പം തന്നെ ഹിന്ദുക്കളെ സംഘടിപ്പിച്ച് ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച മറ്റൊരു സംഘടനയാണ് ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത്. ഇനി ഗാന്ധിജിയുടെ ആത്മത്യാഗം എന്നുള്ള ഒരു ഭാഗം സ്കൂൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1947 ആഗസ്റ്റ് 15 നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഒന്നും തന്നെ മഹാത്മാഗാന്ധി പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം അപ്പോൾ രൂക്ഷമായ ഹിന്ദു മുസ്ലിം കലാപത്തിൽ പെട്ടുപോയ കൊൽക്കത്തയുടെ ഭാഗങ്ങളിലായിരുന്നു. വർഗീയ കലാപങ്ങളിൽ അദ്ദേഹം വർഗീയ കലാപങ്ങളിൽ അദ്ദേഹം അങ്ങേയറ്റം ദുഃഖിതനായിരുന്നു. തൻ്റെ മുഴുവൻ ജീവിതവും പ്രവർത്തനവും തത്വങ്ങളും എന്തിനു വേണ്ടിയാണോ സമർപ്പിച്ചത്, ആ അഹിംസയുടെ സത്യാഗ്രഹത്തിൻ്റെയും തത്വങ്ങൾ ഈ സംഘർഷഭരിതമായ കാലത്ത് ജനങ്ങളെ ഒരുമിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിൽ ഗാന്ധിജിയുടെ ആത്മത്യാഗത്തെ പറ്റി കൃത്യമായിട്ട് അറിയാം. ഈ ഒരു പ്രശ്നത്തിൽ ഗാന്ധിജി ഇടപെട്ടതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്. ആ ഭാഗം നോക്കാം. ഗാന്ധിജി 1948 ജനുവരിയിൽ അദ്ദേഹത്തിൻ്റെ അന്തിമ ഉപവാസം ആരംഭിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഉപവാസം കൽക്കത്തയിലെ പോലെ തന്നെ ഡൽഹിയിലും നാടകീയമായ ഫലങ്ങളുണ്ടാക്കി. സാമുദായിക സംഘർഷങ്ങളും ആക്രമണങ്ങളും കുറഞ്ഞു. ഡൽഹിയിലെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും മുസ്ലിമുകൾക്ക് സുരക്ഷിതമായ അവരെ വീടുകളിൽ എത്തിക്കാൻ കഴിഞ്ഞു. പാകിസ്ഥാനിലെ കുടിശ്ശിക കൊടുക്കണമെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആഹ്വാനം ചെയ്യുകയും അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അതിനെ സമ്മതിക്കുകയും ചെയ്തു. അതായത് വിഭജനത്തെ തുടർന്ന് ശക്തമായ വർഗീയ കലാപങ്ങൾ ഇന്ത്യയിലുണ്ടായി. അപ്പം കൊൽക്കത്തയിലെ പ്രശ്നങ്ങൾ ഗാന്ധിജി ഇടപെട്ട് എന്ത് ചെയ്തു, അത് സമാശ്വസിപ്പിച്ചു. അതിന് സമാനമായി ഡൽഹിയിലും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിലെ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു, ഒരു ഉപവാസം ആരംഭിച്ചു. ആ ഉപവാസത്തിലൂടെ എന്ത് ചെയ്യാണ്, സാമുദായിക സംഘർഷങ്ങളും ആക്രമണങ്ങളും എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഡൽഹിയിലെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും മുസ്ലിമുകൾക്ക് സുരക്ഷിതമായ അവരുടെ വീടുകളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. അപ്പം ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുസ്ലിംസിനെ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാതെ ഇന്ത്യയിൽ തന്നെ നിലനിന്നിരുന്ന മുസ്ലിംസിന് കൃത്യമായ ഒരു അഭയം ഒരുക്കാനായിട്ട് ഗാന്ധിജിക്ക് കഴിഞ്ഞു. ദെൻ പാകിസ്ഥാന് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കാമെന്നേറ്റ കുടിശ്ശിക കൊടുക്കാമെന്നും എന്ത് ചെയ്തു, ഗവൺമെൻറ് ഗാന്ധിജിയോട് സമ്മതിച്ചു. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഉപവാസം അനുഷ്ഠിച്ചത്. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് എന്ത് ചെയ്തു, ഈ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചു. ഇത് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ടാകും. പ്രത്യേകിച്ച് ഹിന്ദു മഹാസഭയ്ക്ക് അല്ലെങ്കിൽ RSS പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് എന്തായിരുന്നു, ഈ ഒരു ഗാന്ധിജിയുടെ നടപടിയിൽ അവരെന്ത് ചെയ്തു, എതിർപ്പ് പ്രകടിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ ഹൈന്ദവ തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവ തീവ്ര പ്രസ്ഥാനങ്ങൾക്കും പ്രസ്ഥാന നേതാക്കന്മാരെയും എന്ത് ചെയ്തു, പ്രകോപിതരാക്കി. അദ്ദേഹത്തെ വധിക്കാൻ അവർ നിരവധി ശ്രമങ്ങൾ നടത്തി. വധഭീഷണി ഉണ്ടായിട്ടും പോലീസ് സംരക്ഷണം സ്വീകരിക്കാൻ ഗാന്ധിജി വിസമ്മതിച്ചു. പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കുമ്പോൾ എല്ലാവരെയും തമ്മിൽ കാണാം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, പ്രാർത്ഥനാ യോഗങ്ങൾക്കൊന്നും തന്നെ മുടക്കം വരുത്തുകയും ചെയ്തിരുന്നില്ല. അങ്ങനെ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ 1948 ജാനുവരി 30 ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഗാന്ധിജിയെ നാഥൂറാം വിനായക ഗോഡ്സെ എന്ന ഒരു ഹൈന്ദവ മതഭ്രാന്തൻ വെടിവെച്ചു. അങ്ങനെയാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്, കൊല്ലപ്പെടുന്നത്.
ഓക്കെ, അപ്പം ഗാന്ധിജി കൊല്ലപ്പെട്ടത് 1948 ജാനുവരി 30-നാണ്. ആരാണ് ഗാന്ധിജിയെ വധിച്ചത്? നാഥൂറാം വിനായക ഗോഡ്സെയാണ് വധിച്ചത്. അങ്ങനെ ഗാന്ധിജി അദ്ദേഹം എപ്പോഴും പരിലാളിച്ചിരുന്ന ഐക്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചു. ഇതോടെ സത്യം, അഹിംസ, നീതി, സഹിഷ്ണുത എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഒരു ജീവിതകാല പോരാട്ടം എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ ആത്മത്യാഗവും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സോ അത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ NCERT പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികളുടെ ആദ്യ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ഭാഗത്തിൽ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.